കേരള സർക്കാരിന്റെ അടിയന്തരമായ ശ്രദ്ധ പതിയണം. മലയോരത്ത് ഉണ്ടായിട്ടുള്ള കനത്ത നാശനഷ്ടങ്ങളെ പരിഹരിക്കുന്നതിന് വേണ്ടി മലയോരത്തിന്റെ ഗതികേട് മനസ്സിലാക്കി ഒരു സ്പെഷ്യൽ പാക്കേജ് തന്നെ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് പ്രഖ്യാപിക്കണം എന്നതാണ് ഞങ്ങൾ ഇവിടെ സർക്കാരിന് മുമ്പിൽ വയ്ക്കുന്ന നിർദ്ദേശം. ഇവിടെ ഒട്ടനവധി കുടുംബങ്ങൾ നാശമടയുന്ന വക്കിലെത്തിയിരിക്കുകയാണ്. ഒരുപാട് കുടുംബങ്ങൾ അവരുടെ ഭവനങ്ങൾ വാസയോഗ്യമല്ലാതായി തീർന്നിരിക്കുന്നു. ആ പ്രദേശങ്ങളിലെല്ലാം ഞങ്ങൾ സംയുക്തമായി പോവുകയും നേരിൽ കണ്ട് ബോധ്യപ്പെടുകയും ചെയ്ത കാര്യങ്ങളാണ് ഈ പത്രസമ്മേളനത്തിൽ അറിയിക്കുന്നത്. വീടുകളുടെയും പിന്നിൽ വലിയ മൺകൂനകൾ ഇടിഞ്ഞു വീണതിനാല് അവിടെ വസിക്കാനാവാത്ത സാഹചര്യമുണ്ട്. വാഹന സൗകര്യങ്ങൾ ഇല്ലാത്തത് കൊണ്ട് JCB പ്രവേശിക്കാൻ കഴിയാത്ത വിധത്തിൽ അവിടെ നാശനഷ്ടങ്ങൾ സംഭവിച്ചു എന്നുള്ളതും സങ്കടകരമായ സത്യമാണ്. ആ പ്രദേശങ്ങൾ ഒറ്റപ്പെട്ടു പോയത് വളരെ ഗൗരവമായിട്ട് തന്നെ സർക്കാർ കാണും. തീർച്ചയായും സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ ഞങ്ങൾ ചെയ്ത സേവനങ്ങളെ ഞങ്ങൾ വിലമതിക്കുന്നു. 2-3 ദിവസങ്ങൾ കൊണ്ട് റോഡുകളിലെ മണ്ണ് മാറ്റുകയും അവിടെ സഞ്ചാരയോഗ്യമാക്കാൻ, കാൽനടയ്ക്ക് യോഗ്യമാക്കാൻ സാധിച്ചു. പക്ഷെ റോഡുകൾ പലതും തകർന്നത് കൊണ്ട് ആ പ്രദേശങ്ങളിലെ ഗതാഗത സംവിധാനം പൂർണ്ണമായും നിലച്ചിരിക്കുന്ന സാഹചര്യമാണുള്ളത് എന്നത് സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഇതിനെ കുറിച്ച് സഭയ്ക്ക് ഉള്ള ആശങ്കകള് ഞങ്ങൾ പങ്കുവച്ചിട്ടുള്ളതാണ്. അതായത് FCRA ബില്ല് വിദേശത്ത് നിന്ന് സഹായം ലഭിക്കുന്നവര് കൃത്യമായ കണക്കുകൾ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് എന്നും ഈ പണം അതിന്റെ ശരിയായ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കണമെന്നും രാജ്യവിരുദ്ധമായ പ്രവർത്തനങ്ങൾക്കൊന്നും ഉപയോഗിക്കാൻ പാടില്ല എന്നും പറയുന്ന ആശയങ്ങളോട് ഞങ്ങൾ സർവാത്മന യോജിക്കുന്നു. പക്ഷേ ഇതിനകത്ത് അടിസ്ഥാനപരമായ വിഷയമായി ഞങ്ങൾ കരുതുന്നത് ഇതിൽ ചില അപകടകരമായ വകുപ്പുകൾ എഴുതി ചേർത്തു എന്നുള്ളതാണ്. അതായത് ഏതെങ്കിലും ഒരു വലിയ പദ്ധതി നടപ്പിലാകുമ്പോൾ ചെറിയൊരു വിദേശ സഹായം ലഭിച്ചു. ഇപ്പോൾ ഒരു പള്ളി പണിയാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു ആശുപത്രി പണിയുന്നതിന് വേണ്ടി ഇവിടുത്തെ മനുഷ്യരെല്ലാവരും കൂടി, സമുദായാംഗങ്ങളെല്ലാവരും കൂടി സംഭാവന നൽകി 10 കോടി രൂപയുടെ ഒരു കെട്ടിടം പണിയുമ്പോൾ 10 ലക്ഷം രൂപയുടെ വിദേശ സഹായം അതിന് കിട്ടി എന്ന് പറഞ്ഞാല് ആ വിദേശ സഹായത്തിന്റെ അക്കൗണ്ട് മരവിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത് റദ്ദാക്കപ്പെട്ട് കഴിഞ്ഞാൽ അത് റദ്ദാക്കാനുള്ള അധികാരവും ഭരണകൂടത്തിനാണ് എന്ന് നമുക്കറിയാം. അതിന്റെ വെളിച്ചത്തിൽ ഈ മുഴുവൻ പ്രോപ്പർട്ടിയും കണ്ടുകെട്ടുന്ന സാഹചര്യം എന്നൊക്കെ പറയുന്നത് സാമാന്യ നീതിയുടെ ലംഘനമാണ് എന്നാണ് സഭ. ഇതിനകത്തെ അനീതിപരമായ വ്യവസ്ഥകൾ നീക്കം ചെയ്യണം. നിലവിൽ തന്നെ വളരെ കൃത്യവും സുതാര്യവുമായ ഒരു നിയമവ്യവസ്ഥിതി FCRA ധനവിനിയോഗത്തെ സംബന്ധിച്ച് രാജ്യത്ത് നിലവിലുണ്ട്. അതിൽ കൂടുതലുള്ള ഞെരുക്കപ്പെടുത്തലുകള് പലപ്പോഴും നല്ല ഉദ്ദേശത്തോടെ അല്ല എന്ന ചിന്തയാണ് സഭ പങ്കുവയ്ക്കുന്നത്.